മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. വീണ്ടും തെരുവുനായുടെ ആക്രമണം തന്നെയാണ്. തിരുവനന്തപുരം മ്യൂസിയം വളപ്പിൽ തെരുവുനായയുടെ ആക്രമണം. നടക്കാനിറങ്ങിയ പ്രായമായവരുടെ ഉൾപ്പെടെ 5 പേർക്ക് തെരുവുനായുടെ കടിയേറ്റു. നടക്കുന്നവർക്കിടയിലേക്ക് പാഞ്ഞെത്തിയ നായ സമീപത്തുണ്ടായിരുന്നവരെയെല്ലാം കടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മ്യൂസിയം പോലീസും മൃഗസംരക്ഷണ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. സംസ്ഥാനത്ത് വീണ്ടും തെരുവുനായുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. തിരുവനന്തപുരം മ്യൂസിയം വളപ്പിൽ തെരുവുനായുടെ ആക്രമണം. ഇറങ്ങിയവരിലേക്കാണ് ഈ തെരുവുനായുടെ പാഞ്ഞാക്രമണം ഉണ്ടായിരിക്കുന്നത്. പ്രായമായവരുൾപ്പെടെ 5 പേർക്ക് തെരുവുനായുടെ കടിയേറ്റു. ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. കാലിന് താഴെ തെരുവുനായ കടിച്ച ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പാഞ്ഞെത്തിയ നായ സമീപത്തുണ്ടായിരുന്നവരെ എല്ലാം കടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. മ്യൂസിയം പോലീസും മൃഗസംരക്ഷണ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വീണ്ടും തെരുവുനായുടെ ആക്രമണം ശക്തമാകുന്നു. തെരുവുനായ്ക്കൾക്കെതിരെ സുപ്രീം കോടതി പോലും വിധി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പെട്ടെന്ന് ഒരു നടപടിയിലേക്ക് കടക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. തെരുവുനായുടെ ആക്രമണം സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യമാണ്. ഇത് രാവിലെ നടക്കാനിറങ്ങിയവർക്കാണ്, തിരുവനന്തപുരം മ്യൂസിയം വളപ്പിൽ നടക്കാനിറങ്ങിയവർക്കാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. പ്രായമായവരുൾപ്പെടെ 5 പേരെയാണ് തെരുവുനായ കടിച്ചിരിക്കുന്നത്. മറ്റുള്ളവരിലേക്ക് പാഞ്ഞെടുക്കാൻ തെരുവുനായ ശ്രമിച്ചു.